രാമായണ മാസം 21-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹനുമാൻ സീതാദേവി ഇരിക്കുന്ന വൃക്ഷത്തിന് മുകളിൽ ചെന്നിരുന്നു. രാവണന്റെ വസതിക്ക് പുറത്തു നിന്ന് ചില ഘോഷശബ്ദങ്ങൾ കേട്ടു. ഇത് എന്താണെന്നുള്ള ഉത്കണ്ഠയോടെ ഹനുമാൻ ഇലകൾക്കിടയിൽ ഒരു പുഴുവിനെ പോലെ ദേഹം മറച്ചിരുന്നു. ദേവകുല ശത്രുവായ രാവണന്റെ വരവ് വാനരശ്രേഷ്ഠൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. അസുരസുന്ദരിമാർ, ദേവസ്ത്രീകൾ, രാക്ഷസികൾ എന്നിവരോട് കൂടി വരുന്ന രാവണന്റെ ആകർഷകമായ ശൃംഗാരവേഷം ഹനുമാൻ കണ്ടു. ഈശ്വര, എനിക്കെന്താണ് മരണം സംഭവിക്കുന്നത് എന്ന ചിന്ത എപ്പോഴും രാവണന്റെ മനസ്സിലുണ്ട്. സമസ്ത ലോകനാഥനും സനാതനനും സൽസ്വരൂപനുമായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ടുകൊണ്ട് മൂർച്ചയേറിയ ബാണങ്ങളേറ്റ് മുറിഞ്ഞ അംഗങ്ങളോടുകൂടി ഭഗവാന്റെ പരിശുദ്ധമായ പാദകമലങ്ങളിൽ മുഴുകിയ മനസ്സോടെ അമൃതാനന്ദപൂർണമായ വൈകുണ്ഠത്തിലെത്താൻ എനിക്കെന്ന് കഴിയും. അതിനു പറ്റിയ സമയം ഇതാണെന്ന് കരുതി ഞാൻ ലക്ഷ്മി ദേവിയെ അപഹരിച്ചു കൊണ്ടുപോന്നു. എന്നിട്ടും പരിഭവത്തോടെ രാമൻ വേഗം ഇവിടെ വന്നെത്തിയില്ല. എനിക്ക് ആയുസ് അവസാനിക്കാനുള്ള കാലം എത്തിക്കഴിഞ്ഞു. മരണസമയം എന്റെ ശിരസിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനൊരിക്കലും മാറ്റമുണ്ടാവുകയില്ല. കാലസ്വരൂപനായ ഈശ്വരന്റെ നിശ്ചയം ബ്രഹ്മാവിന് പോലും അറിയാൻ കഴിയില്ല. ഇപ്രകാരം ശ്രീരാമചന്ദ്രനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കവേ കവിശ്രേഷ്ഠനായ ഹനുമാൻ ലങ്കയിലെത്തും മുമ്പേ രാവണൻ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. ഇഷ്ടം പോലെ വേഷം ധരിക്കാൻ കഴിയുന്ന ഒരു വാനരശ്രേഷ്ഠൻ രഘുവംശതിലകനായ ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് രാത്രി ഇവിടെ വരും. അവൻ കൃമിക്ക് തുല്യം വളരെ ചെറിയ രൂപം ധരിച്ച് ലങ്ക മുഴുവൻ സീതയെ അന്വേഷിച്ചിട്ട് മരത്തിന്റെ മുകളിൽ വന്നിരുന്ന് ദേവിയെ കണ്ട് ശ്രീരാമനെ കുറിച്ചുള്ള വിവരമെല്ലാം അറിയിച്ചതിനു ശേഷം അടയാളം നൽകി ആശ്വസിപ്പിച്ചിട്ട് മടങ്ങിപ്പോകും. ആ സമയത്ത് ശ്രീരാമൻ അറിയുന്നതിനായി ഞാൻ ചെന്ന് കൊള്ളിവാക്കുകൾ പ്രയോഗിച്ച് സീതയുടെ ദുഃഖം വർദ്ധിപ്പിക്കും. ഈ വിവരം ആ വാനരശ്രേഷ്ഠൻ ശ്രീരാമനെ അറിയിക്കും. ഉടനെ ശ്രീരാമൻ കോപിഷ്ഠനായി ഇവിടെ എത്തും. യുദ്ധത്തിനിടയിൽ രാമന്റെ മൂർച്ചയേറിയ ശരങ്ങളേറ്റ് എനിക്ക് സുഖമരണം ലഭിക്കും, തീർച്ച. മോക്ഷം നേടുന്നതിന് ഇതിനേക്കാൾ മറ്റൊരു ഉപദേശം എനിക്ക് കണ്ടെത്താനാവില്ല. ദേവന്മാരുടെ ആഗ്രഹമനുസരിച്ച് എല്ലാം സത്യമായി ഭവിക്കും. സ്വപ്നം ചിലർക്ക് ചിലപ്പോൾ ഫലിക്കും. ഇങ്ങനെ പലതും നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് രാവണൻ തന്റെ ഗൃഹത്തിൽ നിന്നും പുറപ്പെട്ടു. സ്വർണം, രത്നം എന്നിവ കൊണ്ട് നിർമ്മിച്ച വള, കാപ്പ്, തോൾവള, നൂപുരം, അരഞ്ഞാൻ മുതലായ ആഭരണങ്ങളുടെ കിലുക്കം സമീപത്ത് ദുഃഖപൂർണമായ ഹൃദയത്തോടെ ഇരുന്ന സീത കേട്ടു. നോക്കിയപ്പോൾ മുന്നിലായി ദേവശത്രുവായ രാവണന്റെ വരവ് കണ്ട് വളരെ ഭയന്നു. രണ്ടു തുടകൾ കൊണ്ട് മാറിടം മറച്ച് തല താഴ്ത്തി വിറച്ചുകൊണ്ട് ഭർത്താവിന്റെ നിർമ്മല രൂപവും ധ്യാനിച്ചുകൊണ്ട് ദുഃഖമില്ലാതിരിക്കുന്ന സീതയുടെ സമീപത്തെത്തി കാമപീഡിതനായ രാവണൻ ഇങ്ങനെ തൊഴുതപേക്ഷിച്ചു. അനുസരിപ്പിക്കുന്ന രീതിയിലുള്ള മധുരമായ വാക്കുകൾ ആനന്ദരൂപിണിയായ സീതയോട് രാവണൻ പറഞ്ഞു. സുന്ദരി, കേൾക്കുക. നിന്റെ പാദപങ്കജങ്ങളുടെ ദാസനാണ് ഞാൻ. ശോഭനശീലെ, നീ എന്നിൽ പ്രസാദിക്കൂ. സകല ലോകങ്ങളുടെയും നാഥനും അസുര ചക്രവർത്തിയുമായ എന്നെ കണ്ടിട്ട് നീ സ്വയം മറിഞ്ഞിരിക്കുന്നത് എന്തിനാണ്? നീ വളരെ വേഗം താല്പര്യത്തോടെ എന്നെ നോക്കൂ. നിന്നിൽ പതിഞ്ഞ മനസ്സോടു കൂടിയവനാണ് ഞാൻ. രാമൻ നിന്റെ ഭർത്താവാണെങ്കിലും അവനെ കാണാൻ എളുപ്പമല്ല. കാരണം അവൻ പലയിടത്തും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവനാണ്. മിക്കവാറും നിന്റെ അടുത്ത് അവൻ കാണുകയില്ല. അതുകൊണ്ടാണ് നിന്നെ എനിക്ക് അപഹരിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഭാഗ്യത്തിന് ചിലപ്പോൾ കാണാൻ ഒത്തൊന്നു വരും. അങ്ങനെയുള്ള ആ ദശരഥപുത്രനെ കൊണ്ട് നിനക്ക് എന്താണ് ഫലം? നീയാണെങ്കിൽ പരമസുന്ദരിയും. അവൻ ഒന്നിലും പ്രത്യേകം താല്പര്യമില്ല. ഒരു ഗുണവുമില്ലാത്തവനാണവൻ. വളരെ കാലം നിന്നോടൊപ്പം താമസിച്ചിട്ടും നിന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ടും നിന്നോട് അവന് യാതൊരു താല്പര്യവുമില്ല. ശക്തിഹീനനും ബന്ധുബലമില്ലാത്തവനുമാണ് രാമൻ. അങ്ങനെയുള്ള കരുത്തനെ കാത്തിരുന്നത് കൊണ്ട് എന്താണ് ഫലം? അവൻ കാർത്തിഹീനനും കൃതജ്ഞനുമാണ്. അപരിഷ്കൃതനായ അവനെ കാട്ടാളന്മാരുടെ കൂടെ കാണാം. ദരിദ്രന്മാരോടാണ് അവന് പ്രിയം. അവന് ബ്രാഹ്മണനോ ചണ്ടാലനെന്നോ ഒരു ഭേദവുമില്ല. പശുക്കളും പട്ടികളും അവന് സമമാണ്. അവൻ ഭവതിയെയും ഒരു കാട്ടാള സ്ത്രീയെയും തുല്യമായി കരുതുന്നു. അവൻ നിന്നെ എന്നേ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നിന്ദാപരമായ അർത്ഥം. ഭവതിയെ അവൻ മറന്നു കഴിഞ്ഞു. അതിനാൽ ഇനി ഭർത്താവിനെ കാത്തിരുന്നത് മതി. അവന് നിന്നിൽ താല്പര്യമില്ലെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ നിന്റെ ദാസദാസനാണ്. നീ എന്നെ സ്വീകരിക്കൂ. കയ്യിൽ കിട്ടിയ അമൂല്യരത്നത്തെ ഉപേക്ഷിച്ച് അല്ലയോ സുന്ദരി, നീ എന്തിനാണ് കാക്കപ്പൊന്നിനെ ആഗ്രഹിക്കുന്നത്? നീ എന്റെ ഭാര്യയായ ദേവന്മാർ, അസുരന്മാർ, രാക്ഷസന്മാർ, നാഗങ്ങൾ, ഗന്ധർവന്മാർ എന്നിവരുടെ കൂട്ടത്തിലുള്ള സുന്ദരിമാരെല്ലാം ഭയത്തോടും ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടി നിന്നെ പരിചരിക്കും. ഞാൻ നിന്റെ പാദകമലങ്ങളിൽ വീഴുന്നു. നീ എന്നെ സദാ രക്ഷിച്ചാലും.
ഇങ്ങനെ പല വിധത്തിൽ അനുസരണയോടെ രാവണൻ കേണു വീണപേക്ഷിച്ചപ്പോൾ സീതാദേവി കോപത്തോടെ ഒരു പുൽക്കൊടി നുള്ളിയെടുത്ത് അവർക്കിടയിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: സൂര്യവംശതിലകനായ ശ്രീരാമനെ ഭയന്ന് നീ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് രാമനും ലക്ഷ്മണനും കാണാതെ യാഗശാലയിൽ കടന്ന് ഹോമദ്രവ്യം ഭയത്തോടും അതിവിനയത്തോടും കൂടി തട്ടിക്കൊണ്ടുപോകുന്ന പെൺപട്ടിയെ പോലെ സാഹസം കാട്ടി എന്നെ കട്ടുകൊണ്ടുപോയില്ലേ? രാവണ, നീ ചെയ്ത അനുചിത പ്രവൃത്തിയുടെ ഫലം ഉടനെ അനുഭവിക്കും. ദശരഥപുത്രനായ ശ്രീരാമന്റെ മൂർച്ചയേറിയ ശരങ്ങളേറ്റ് ശരീരം കീറിമുറിഞ്ഞ് ദേഹം ഉപേക്ഷിച്ച് നീ കാലപുരിയിലെത്തും. രാക്ഷസ രാജാവേ, ശ്രീരാമൻ വെറുമൊരു മനുഷ്യനാണെന്ന് അഹങ്കാരം കൊണ്ട് നിനക്ക് തോന്നും. അദ്ദേഹം അനായാസം കടൽ കടന്ന് ഇവിടെ എത്തും, സംശയമില്ല. ശ്രീരാമന്റെ മൂർച്ചയേറിയ ശരമാകുന്ന അഗ്നിയിൽ അരനിമിഷം കൊണ്ട് ലങ്ക ഭസ്മമാകും. സഹോദരന്മാർ, മക്കൾ, മന്ത്രിമാർ, സേനാനായകന്മാർ എന്നിവരോടൊപ്പം നിന്റെ സൈന്യവും നശിക്കും. ഭൂമിയുടെ രക്ഷണത്തിൽ സമർത്ഥനും ഭൂഭാരം നശിപ്പിക്കുന്നവനും ദയാപരനുമായ അദ്ദേഹം ബ്രഹ്മാവ് അപേക്ഷിച്ചതിനാൽ നിന്നെ കൊല്ലുന്നതിന് ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. അതിന് കാരണഭൂതയായി ജനക മഹാരാജാവിന്റെ മകളായി ഞാനും ജനിച്ചിരിക്കുന്നു. ഇത് നീ മനസ്സിലാക്കൂ. ഇനി ശ്രീരാമൻ ഇവിടെ എത്തി നിന്നെ കൊന്നതിന് ശേഷം എന്നെ കൊണ്ടുപോകും. സീതയുടെ പരുഷവാക്കുകൾ കേട്ട് ക്രുദ്ധനായ രാവണൻ കയ്യിൽ വിറപ്പിച്ചുകൊണ്ടിരുന്ന ഭയങ്കരമായ കരവാൾ പെട്ടെന്ന് സീതയെ വെട്ടാനോങ്ങി. അപ്പോൾ മയപുത്രിയായ മണ്ഡോദരി തന്റെ ഭർത്താവിനെ പിടിച്ചുമാറ്റിക്കൊണ്ട് പറഞ്ഞു: രാവണ, അരുത്, മാറൂ, ഞാൻ പറയുന്നത് കേൾക്കുക. മൂഢപ്രഭു, അരുതാത്ത കാര്യം ആലോചിക്കരുത്. ഈ മനുഷ്യ സ്ത്രീയെ ഉപേക്ഷിക്കൂ. ബന്ധുക്കളാരുമില്ലാതെ വളരെ ദുഃഖിച്ചു മെലിഞ്ഞ് ഭർത്താവിന്റെ വിരഹത്താൽ പരവശയായി അന്യഗൃഹത്തിൽ താമസിച്ചുകൊണ്ട് ശ്രീരാമനിൽ മനസ്സുറപ്പിച്ച് പാതിവൃത്യ നിഷ്ഠയോടെ രാപ്പകൽ ഈ രാക്ഷസികൾ പറയുന്ന പരുഷവാക്കുകൾ കേട്ട് വിഷമിച്ചിരിക്കുകയാണിവൾ. ഇതിനേക്കാൾ ദുരിതം ഒരാളിനുണ്ടാകാനില്ല. ദുഷ്ടബുദ്ധിയായ പ്രഭു, വീരപുരുഷന്മാർക്ക് ദുഷ്കീർത്തി ചേരുന്നതാണോ? ദേവന്മാർ, രാക്ഷസന്മാർ, നാഗങ്ങൾ, ഗന്ധർവന്മാർ മുതലായവരുടെ കൂട്ടത്തിലുള്ള എത്രയോ സ്ത്രീകൾ നിന്റെ അധീനതയിലുണ്ട്. മണ്ഡോദരിയുടെ ദയാപൂർവമായ വാക്കുകൾ കേട്ട് ലജ്ജിച്ച അതിമൂഢനായ രാവണൻ രാക്ഷസ സ്ത്രീകളോട് കാരുണ്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ അനുസരണയുള്ള വാക്കുകളും ഭീഷണികളും ഭാവഭേദങ്ങളും പ്രകടിപ്പിച്ച് സീതയെ വശത്താക്കുവിൻ. ഞാൻ ഇനിയും 2 മാസം കൂടി കാത്തിരിക്കാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കോപത്തോടുകൂടി രാവണൻ അന്തപുരത്തിലേക്ക് പോയി. അതികഠിനവും പരുഷവുമായ വാക്ശരങ്ങളേറ്റ സീത തകർന്ന മനസ്സോടെ ദുഃഖിച്ചിരുന്നു. അപ്പോൾ ത്രിജട പറഞ്ഞു: മതി മതി, ഇത് അനുചിതമാണ്. നിങ്ങൾ അടങ്ങിയിരിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ഈ സുശീലയെ നിങ്ങളെല്ലാവരും നമസ്കരിക്കൂ. അസ്വസ്ഥമായ മനസ്സോടെ ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സകല ലോകനാഥനായ ശ്രീരാമനും ലക്ഷ്മണനും ഐരാവതത്തിന്റെ പുറത്തിരിക്കുന്നത് കണ്ടു. അവരുടെ ശരസമൂഹം പതിച്ചുണ്ടായ തീപ്പൊരി കൊണ്ട് ലങ്കാനഗരം ചുട്ടുകരിച്ച ശേഷം യുദ്ധത്തിൽ രാവണനെ വധിച്ച് രാക്ഷസ രാജ്യം വിഭീഷണന് നൽകി. അനന്തരം പട്ടമഹിഷിയായ സീതയെയും മടിയിലിരുത്തിക്കൊണ്ട് ശ്രീരാമൻ അയോധ്യയിലെത്തി. ദേവേന്ദ്രന്റെ ശത്രുവായ രാവണൻ നഗ്നനായി ശരീരം മുഴുവൻ എണ്ണ തേച്ച് ശിരസിൽ രാമച്ചമാലയും അണിഞ്ഞ് ഒരു വലിയ ചാണകക്കുഴിയിൽ സഹോദരന്മാർ, മന്ത്രിമാർ, മക്കൾ, സൈന്യം എന്നിവർ മുങ്ങുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. രാക്ഷസ രാജാവായ വിഭീഷണൻ ഭക്തനായി ശ്രീരാമന്റെ പാദകമലങ്ങളും സേവിച്ച് സസുഖം വാണു. അതിനാൽ രാക്ഷസികളെ, പാപചിന്തകൾ ഉപേക്ഷിക്കൂ. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. പിന്നീട് നിങ്ങൾക്കിത് ബോധ്യമാകും. അതിനുവേണ്ടി ഏതാനും ദിവസം ഇവളെ ദുഃഖിപ്പിക്കാതെ സംരക്ഷിക്കണം. ത്രിജടയുടെ വാക്കുകൾ കേട്ട് രാക്ഷസികൾ അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു. പാരവശ്യത്തോടെ അവരെല്ലാം ഉറങ്ങി. സീതാദേവിയുടെ മനസ്സും വളരെ ദുഃഖിതമായി. പ്രഭാതത്തിൽ ഈ രാക്ഷസികൾ എൻ്റെ ശരീരം ഭക്ഷിക്കും. എനിക്ക് ബന്ധുക്കളായി ആരുമില്ല. മരിക്കുന്നതിനും ഒരു വഴി കാണുന്നില്ല. ശ്രീരാമനും എന്നെ മറന്നു. അദ്ദേഹവും കരുണയില്ലാത്തവനാണ്. ഇന്ന് തന്നെ ഞാൻ ജീവൻ ഉപേക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് ദുഃഖത്തോടെ പതുക്കെ എഴുന്നേറ്റ് താണു കിടന്ന ശിശാഭ വൃക്ഷശാഖയിൽ പിടിച്ചു നിന്നുകൊണ്ട് ചഞ്ചല ഹൃദയത്തോടുകൂടി ഭർത്താവിനെ ഓർത്തോർത്ത് കണ്ണീരോടെ സീത വിലപിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഹനുമാൻ പതുക്കെ ഇങ്ങനെ പറഞ്ഞു: ലോകസാക്ഷിയായ സൂര്യന്റെ വംശത്തിൽ ദശരഥൻ ജനിച്ചു. അദ്ദേഹത്തിന് കാമദേവസമന്മാരായ രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 പുത്രന്മാരുണ്ടായി. രാക്ഷസവംശം നശിപ്പിക്കുന്നതിന് ഹേതുബോധനായ ശ്രീരാമൻ അച്ഛന്റെ ആജ്ഞയനുസരിച്ച് ജനകപുത്രിയായ സീത, അനുജനായ ലക്ഷ്മണൻ എന്നിവരോടൊപ്പം കാട്ടിൽ താമസമാക്കി. അവിടെ വച്ച് കള്ളസന്യാസിയുടെ വേഷത്തിലെത്തി രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. സീതയെ കാണാതെ രാമലക്ഷ്മണന്മാർ ദുഃഖിതരായി കാട്ടിൽ അന്വേഷിച്ചു നടക്കുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന ജടായുവിനെ കണ്ടു.
അവന് മോക്ഷം നൽകിയിട്ട് മാല്യവാൻ എന്ന പർവ്വതത്തിന്റെ താഴ്വാരത്തുകൂടി സഞ്ചരിക്കുമ്പോൾ സൂര്യപുത്രനായ സുഗ്രീവനോട് സഖ്യം ചെയ്ത് ബാലിയെ വധിച്ചു. സുഗ്രീവനെ വാനര രാജാവാക്കി. അതിന് പ്രത്യുപകാരമായി സീതയെ കണ്ടെത്താൻ 4 ദിക്കിലേക്കും സുഗ്രീവൻ വാനരന്മാരെ അയച്ചു. അവരിൽ ഒരുവനായി ഞാൻ ഇവിടെ എത്തി. പുണ്യവാനായ സമ്പാദിയുടെ വാക്കനുസരിച്ച് 100 യോജന വിസ്താരമുള്ള സമുദ്രം ഞാൻ ചാടിക്കടന്നു. രാത്രിയിൽ ഭവതിയെ ഈ രാക്ഷസ നഗരം മുഴുവൻ ഞാൻ അന്വേഷിച്ചു നടന്നു. ഒടുവിൽ എന്റെ പിതാവായ വായു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ വൃക്ഷസമൂഹവും അശോകവൃക്ഷവും അതിന്റെ ചുവട്ടിൽ ഭവതിയെയും കണ്ടെത്തി. ഇന്ന് ഞാൻ കൃതാർത്ഥനായി. ഭഗവാനായ ശ്രീരാമചന്ദ്രന്റെ അനുചരന്മാരിൽ ഞാൻ തന്നെയാണ് പ്രമുഖൻ. എന്റെ മഹാഭാഗ്യം. ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. ഇത്രയും പറഞ്ഞതിനു ശേഷം കുറച്ചു സമയം വാനരശ്രേഷ്ഠൻ മിണ്ടാതിരുന്നു. രഘുകുലവരനായ ശ്രീരാമന്റെ ചരിത്രം ശരിയായി ആകാശത്തിൽ പ്രകീർത്തിച്ചത് എന്തിനാണ്? വായുദേവൻ ദയാപൂർവം പറഞ്ഞു കേൾപ്പിച്ചതാണോ? അതോ പാപിയായ എന്റെ മനോവിഭ്രാന്തിയോ? വളരെ കാലം തീരെ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടെന്ന് വിചാരിക്കുന്നത് എങ്ങനെ? രസകരമായി പറഞ്ഞു കേട്ട ഭർത്താവിന്റെ വിവരങ്ങൾ ചെവികളിൽ അമൃതം പകരുന്നവയാണ്. ദൈവമേ, ഇത് സത്യമായി വരയണമേ. ഒരു മനുഷ്യനാണ് ഈ കഥ പറഞ്ഞതെങ്കിൽ ആ നല്ലവനെ എനിക്ക് കാണുമാറാകണം. സീതയുടെ വാക്കുകൾ കേട്ട് ഹനുമാൻ സന്തോഷത്തോടെ പതുക്കെ ഇറങ്ങി വന്ന് ദേവിയുടെ പാദകമലങ്ങൾക്ക് സമീപം ഭക്തിയോടെ വീണു നമസ്കരിച്ചു. ഒരു കുരിയിൽ പക്ഷിയുടെ വലിപ്പമുള്ള ശരീരത്തോടു കൂടിയ ഹനുമാൻ അല്പമകലെ തൊഴുതുകൊണ്ട് നിലയായി. ഇവിടെ രാക്ഷസ രാജാവായ രാവണൻ വാനരവേഷത്തിൽ എന്നെ മോഹിപ്പിക്കാൻ വന്നതാണോ? ശിവശിവ, എന്താണിത്? രാവണന്റെ വലിയ കുസൃതിയാണിതെന്ന് വിചാരിച്ച് ഭയത്തോടെ കുമ്പിട്ടിരിക്കുന്ന സീതയോട് ഹനുമാൻ പറഞ്ഞു: സർവലോകത്തിന്റെയും നാഥേ, അവിടുത്തെ പാദപങ്കജങ്ങളാണ് എനിക്ക് ആശ്രയം. എന്നെ അല്പവും സംശയിക്കേണ്ട. ദേവിയുടെ സജീവനാണ് ഞാൻ. അവിടുന്ന് വിചാരിക്കുന്നത് പോലെ വാനര രൂപം ധരിച്ച രാവണനല്ല. കോസല രാജാവായ ശ്രീരാമന്റെ ദാസനാണ് ഞാൻ. അല്ലയോ സുന്ദരി, വാനരവംശത്തിലെ ശ്രേഷ്ഠനും സൂര്യപുത്രനുമായ സുഗ്രീവന്റെ ഭൃത്യനായ ഞാൻ വായുവിന്റെ മകനാണ്. അമ്മേ, മനസ്സാ വാച കർമ്മണ ആരോടും ഒരു കാപട്യവും കാട്ടാൻ അറിഞ്ഞുകൂടാത്തവനാണ് ഞാൻ. വായുപുത്രന്റെ അതിമധുരമായ വാക്കുകൾ കേട്ട് സീതാദേവി ഇങ്ങനെ ചോദിച്ചു: സത്യസന്ധവും വളച്ചുകെട്ടില്ലാത്തതും മൃദുവും വ്യക്തമായ അക്ഷരങ്ങളോട് കൂടിയതുമായ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നവർ വളരെ കുറവത്രേ. ദയവായി പറയൂ, കാരുണ്യവാനായ വാനരശ്രേഷ്ഠ, മനോഹരമായ വനത്തിൽ വെച്ച് മനുഷ്യരും വാനരന്മാരും തമ്മിൽ ഇങ്ങനെ ബന്ധമുണ്ടാകാൻ കാരണം എന്താണ്? ശ്രീരാമ ഭഗവാന് നിന്നോട് വളരെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണവും പറയുക. ഹനുമാൻ പറഞ്ഞു: സുന്ദരി, സർവേശ്വരന്റെ സകല വൃത്താന്തങ്ങളും കേട്ടാലും ശ്രീരാമദേവൻ സത്യമായി ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ഭവതി 2 ശരീരമായി അഗ്നിയിലും ആശ്രമത്തിലും സ്ഥിതി ചെയ്തപ്പോൾ ശ്രീരാമൻ ഒരു സ്വർണ്ണമൃഗത്തെ കണ്ടിട്ട് മൂർച്ചയേറിയ അമ്പും വില്ലുമായി അതിന്റെ പിന്നാലെ ചെന്ന് നീചനായ മാരീചനെ കൊന്നു. അനന്തരം ക്ഷീണിച്ച് തിരികെ ആശ്രമത്തിലെത്തിയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കാട്ടിൽ ദേവിയെ എല്ലായിടത്തും അന്വേഷിച്ചും പരിഭ്രമിച്ചും ദുഃഖം സഹിക്കാതെ വിലപിച്ചും നടക്കുമ്പോൾ ഒരിടത്ത് പക്ഷിശ്രേഷ്ഠനും ഗരുഡതുല്യനുമായ ജടായു കരഞ്ഞുകൊണ്ട് കിടക്കുന്നത് കണ്ടു. സീതാദേവിയുടെ വൃത്താന്തമെല്ലാം അവൻ ശ്രീരാമനെ അറിയിച്ചു. തുടർന്ന് ആ പക്ഷീന്ദ്രന് അദ്ദേഹം മോക്ഷം നൽകി. പിന്നീട് കാടുകളിൽ അനുജനായ ലക്ഷ്മണനോടൊപ്പം സഞ്ചരിക്കുന്നതിനിടയിൽ കബന്ധന് മോക്ഷം കൊടുത്തു. അനന്തരം ശബരിയുടെ ആശ്രമത്തിലെത്തി അവർക്ക് മോക്ഷം നൽകി. ശബരിയുടെ വാക്കുകൾ അനുസരിച്ച് ഋഷ്യമുഖ പർവ്വതത്തിന്റെ പാർശ്വത്തിൽ കൂടി ഇരുവരും നടക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് സുഗ്രീവൻ താല്പര്യപൂർവ്വം എന്നെ അയച്ചു. ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഞാൻ രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തി ശ്രീരാമന്റെ മനോഗതം മുഴുവൻ അറിഞ്ഞ് അവരിരുവരെയും ചുമലെടുത്ത് സുഗ്രീവൻ സന്നിധിയിലെത്തിച്ചു. ശ്രീരാമന്റെയും സുഗ്രീവന്റെയും ദുഃഖപരിഹാരത്തിനായി ഇരുവരെ കൊണ്ട് അഗ്നിസാക്ഷിയായി പരസ്പരം സഖ്യം ചെയ്യിപ്പിച്ചു. സുഗ്രീവന്റെ ഭാര്യയെ ബലാൽ സ്വാധീനമാക്കിയ ബാലിയെ കൊന്ന് രാജ്യം സുഗ്രീവന് നൽകി. സീതാദേവിയെ അന്വേഷിച്ചു കണ്ടെത്താനായി സുഗ്രീവൻ 4 ദിക്കിലേക്കും ഓരോ 1,00,000 വാനരന്മാരെ വീതം അയച്ചു. അപ്പോൾ ശ്രീരാമൻ സ്നേഹത്തോടെ എന്നെ വിളിച്ചിട്ട് എന്റെ പേരെഴുതിയിട്ടുള്ള ഈ മോതിരം സീതയുടെ കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞു. എന്നെക്കുറിച്ച് ഭവതിക്ക് കൂടുതൽ വിശ്വാസമുണ്ടാകുന്നതിനു വേണ്ടി ഒരടയാളവാക്യവും പറഞ്ഞു തന്നു. മോതിരം അവിടുത്തെ കയ്യിൽ ഉടനെ തരുന്നുണ്ട്. സന്തോഷപൂർവ്വം കണ്ടാലും. ഇപ്രകാരം മധുരതരമായി പറഞ്ഞുകൊണ്ട് ഹനുമാൻ ശ്രീരാമന്റെ മോതിരം ലക്ഷ്മി ദേവിയായ സീതയുടെ കയ്യിൽ കൊടുത്തു. അനന്തരം സവിനയം വീണ്ടും വീണ്ടും തൊഴുതുകൊണ്ട് പിറകോട്ട് നടന്ന് നിലകൊണ്ടു.
അത് കണ്ട് വളരെയധികം സന്തോഷപൂർവ്വം സീതാദേവി ആനന്ദക്കണ്ണീർ ചൊരിഞ്ഞുകൊണ്ട് രാമനാമാങ്കിതമായ ആംഗുലീയം ഭർത്താവിനെ എന്ന പോലെ ശിരസിൽ അണിയിച്ചു. വാനരശ്രേഷ്ഠനും മഹാബുദ്ധിമാനുമായ അങ്ങ് തീർച്ചയായും എന്റെ പ്രാണദാതാവും പ്രിയങ്കരനുമാണ്. ഭഗവാനും പരമാത്മാവും ഐശ്വര്യത്തിന്റെ ഇരിപ്പിടവുമായ ശ്രീരാമന്റെ ഭക്തനായ അങ്ങ് വിശ്വാസ്യനും ദയാപരനുമാണ്. പല സദ്ഗുണങ്ങളും ഉള്ളവരെ അല്ലാതെ ഭർത്താവ് എന്റെ അടുത്തേക്ക് മറ്റാരെയും അയക്കുകയില്ല. എന്റെ സുഖവും നിത്യവും കഴിയുന്ന രീതിയും ഭഗവാൻ കണ്ടുവല്ലോ. എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് കാരുണ്യമുണ്ടാകും വിധം കാര്യങ്ങളെല്ലാം അറിയിക്കുക. 2 മാസം കഴിഞ്ഞാൽ രാവണൻ നിശ്ചയമായും എന്നെ ഭക്ഷണമാക്കും. അതിനിടയിൽ ശ്രീരാമൻ ഇവിടെ വന്നെത്താൻ നീ പരിശ്രമിക്കുക. അത്രയും കാലം ഞാൻ ജീവൻ നിലനിർത്താം. പെട്ടെന്ന് ഇവിടെ എത്തി രാവണനെ കൊന്ന് എന്റെ ദുഃഖം ഒഴിവാക്കി രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് പോയി പറയുക. വായുപുത്രനായ ഹനുമാൻ ലോകമാതാവായ സീതയുടെ വാക്കുകൾ കേട്ടിട്ട് ദുഃഖമില്ലാതാക്കാൻ ഇങ്ങനെ പറഞ്ഞു. അടിയൻ ഭൂപതിയായ ശ്രീരാമനോട് അവിടുത്തെ വാർത്തകൾ ചെന്നറിയിക്കുന്നതിന് മുമ്പേ തന്നെ അനുജനോടും വാനരസേനയോടുമായി ഇവിടെ എത്തി പുത്രന്മാർ, മന്ത്രിമാർ, സഹോദരന്മാർ എന്നിവരോടൊപ്പം രാവണനെയും ക്ഷണനേരം കൊണ്ട് കാലപുരിക്കയക്കും തീർച്ച. കാരുണ്യപൂർവ്വം ഭവതിയെ വീണ്ടെടുത്തുകൊണ്ട് ഭർത്താവ് അയോധ്യയിലേക്ക് എഴുന്നള്ളും. ഹനുമാന്റെ വാക്കുകേട്ട് സീതാദേവി ചോദിച്ചു, അതിവിശാലമായ ഈ സമുദ്രം എങ്ങനെയാണ് ശ്രീരാമൻ വാനര സൈന്യത്തോടെ കടന്നു വരുന്നത്? ഹനുമാൻ പറഞ്ഞു, പുരുഷോത്തമനായ ശ്രീരാമനെയും അനുജനെയും മറ്റു വാനര സൈന്യത്തെയും എന്റെ ചുമലിൽ വഹിച്ച് ക്ഷണനേരത്തിനകം ഞാൻ ഇവിടെ എത്തിക്കും. ദേവി, അക്കാര്യമോർത്ത് എന്തിനാണ് മനോവിഷമം? അനായാസം ഈ രാക്ഷസകുലവും ലങ്കയും ഭസ്മമാക്കും. ഒരു ഉപദ്രവവും കൂടാതെ ഇവിടെ നിന്ന് വളരെ വേഗം പോകുന്നതിന് ദേവി എനിക്ക് അനുവാദം തന്നാലും. വിരഹത്താൽ ദുഃഖിതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന് എന്നെക്കുറിച്ച് വിശ്വാസമുണ്ടാക്കുന്നതിന് വേണ്ടി വേഗം ഒരടാളെ വാക്യം കൂടി അവിടുന്ന് അരുളി ചെയ്യണം. ഇത് കേട്ട് സീത അല്പനേരം ആലോചിച്ചതിനു ശേഷം തന്റെ തലമുടിക്കെട്ടിൽ അണിഞ്ഞിരുന്ന വിശിഷ്ടമായ ചൂടാരത്നമെടുത്ത് ഹനുമാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, അടയാളവാക്യം കേട്ടുകൊള്ളൂ. ഇത് വളരെ രഹസ്യമായി അദ്ദേഹത്തോട് പറയൂ. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് നിന്നിൽ നിശ്ചയമായും പൂർണ്ണ വിശ്വാസമുണ്ടാകും. ഞങ്ങൾ ചിത്രകൂട പർവ്വതത്തിൽ തപോനിഷ്ഠയോടുകൂടി വാഴുമ്പോൾ മാംസകഷ്ണം ഉണക്കുവാൻ ചിക്കിയിട്ട് ഞാൻ കാവലിരിക്കുകയായിരുന്നു. ശ്രീരാമദേവൻ എന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങി. അപ്പോൾ അതിചപലനായ ഇന്ദ്രപുത്രൻ കാക്കയുടെ രൂപത്തിലെത്തി. പലതവണ മാംസകഷ്ണങ്ങൾ കൊത്തി അത് ഭക്ഷിക്കാനാണെന്ന് കരുതി ഞാൻ നിർദ്ദയം കല്ലുപെറുക്കി എറിഞ്ഞു. ഏറുകൊണ്ട് കോപിച്ചവൻ മൂർച്ചയേറിയ കാൽനഖങ്ങളും ചുണ്ടുകളും കൊണ്ട് എന്റെ ശരീരം കീറി മുറിച്ചു. പരമപുരുഷനായ അദ്ദേഹം പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പോൾ എന്റെ ശരീരത്തിൽ ഒഴുകുന്ന ചോര കണ്ട് ദുഃഖിതനായി. കോപത്തോടെ ഒരു പുൽക്കൊടിയെടുത്ത് ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് അവന്റെ നേർക്കയച്ചു. ഭയന്ന് അവൻ ദുഃഖപരിഹാരത്തിനായി സകല ദിക്കിലും ഓടി നടന്നു. ഇന്ദ്രൻ, ബ്രഹ്മാവ്, ശിവൻ മുതലായവർ എല്ലാം അവനെ കൈയൊഴിഞ്ഞു. പരവശനായ അവൻ ഒടുവിൽ ശ്രീരാമപാദത്തിൽ വന്നു വീണ് കേണുകൊണ്ട് പറഞ്ഞു, കൃപാനിധേ, എന്നെ രക്ഷിക്കണേ. എനിക്ക് മറ്റൊരാശ്രയമില്ല. ആനന്ദസ്വരൂപ, അങ്ങ് മാത്രമാണ് ശരണം. അവിടത്തേക്ക് നമസ്കാരം. ഇങ്ങനെ തന്റെ പാദത്തിൽ വീണ് കരയുന്ന ഇന്ദ്രപുത്രനായ ജയന്തനോട് പുഞ്ചിരിയോടെ രാമൻ പറഞ്ഞു, ഞാൻ അയച്ച ശരം ഒരിക്കലും പാഴാവുകയില്ല. അതിനാൽ തീർച്ചയായും നിന്റെ കണ്ണുകളിൽ ഒന്ന് നഷ്ടപ്പെടും. ഇതിന് മാറ്റമില്ല. ഇനി നീ ഭയപ്പെടാതെ പൊയ്ക്കൊള്ളൂ. ഇങ്ങനെ ദയാപൂർവം നിത്യവും എന്നെ സംരക്ഷിച്ചിരുന്ന അദ്ദേഹം ഇന്ന് ഉപേക്ഷിച്ചത് ഞാൻ ചെയ്ത ഏതോ പാപം കൊണ്ടായിരിക്കണം. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത പാപമാകാം ഇതിനെല്ലാം കാരണം. ഇത്തരത്തിലുള്ള സീതയുടെ വാക്കുകൾ കേട്ടിട്ട് ഹനുമാൻ പറഞ്ഞു, ഭവതി ഇവിടെയാണ് ഇരിക്കുന്നത് എന്ന വിവരം ഭർത്താവ് അറിയാത്തത് കൊണ്ടാണ് വരാതിരുന്നത്. ഇനി വേഗം ഇവിടെ എത്തും. വാനര സമൂഹം രാക്ഷസ സമൂഹത്തെയും ലങ്കാനഗരത്തെയും തീർച്ചയായും ഭസ്മമാക്കും. ഹനുമാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് സീതാദേവി സന്തോഷത്തോടെ ഇങ്ങനെ ചോദിച്ചു, വാനരന്മാരെല്ലാം നിന്നെപ്പോലെ കൃഷി ശരീരന്മാരല്ലേ? പറയൂ, രാക്ഷസന്മാർ പർവ്വത ശരീരികളാണ്. അവരോട് നിങ്ങൾ എങ്ങനെ എതിരിടും? സീതയുടെ വാക്കുകൾ കേട്ട് ഹനുമാൻ പെട്ടെന്ന് പർവ്വത തുല്യനായി നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് നോക്കൂ, എന്നെ പോലുള്ള 21 വെള്ളം പടയാണ് ഇവിടെ വരാൻ പോകുന്നത്. സീതാദേവി പറഞ്ഞു, അതിപരിശുദ്ധനും അമിത ബലവാനുമായ നീ രാക്ഷസകുലത്തിന്റെ കാലം തന്നെ, സംശയമില്ല. രാത്രി തീരാറായി. രാക്ഷസ സ്ത്രീകളാരും കാണാതെ നീ വേഗം ഇവിടെ നിന്ന് പോകൂ. ഇന്ന് തന്നെ നീ കടൽ കടന്ന് രഘുനാഥനെ കാണുക. എന്റെ വിവരമെല്ലാം അദ്ദേഹത്തെ അറിയിച്ച് ചൂടാരത്നം കയ്യിൽ കൊടുക്കുക. ആ 2 വീരപുരുഷന്മാരോടൊന്നിച്ച് സുഗ്രീവനെയും വൻപടയെയും കൂട്ടി നീ വേഗം വരിക. വഴിയിൽ തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പോയി വരൂ. വിനയം, ഭയം, കൗതുകം, ഭക്തി, സന്തോഷം എന്നിവയോടുകൂടി ഹനുമാൻ 3 വട്ടം മധുരവാക്കുകളോടെ ലോകമാതാവായ സീതയെ വലം വെച്ചിട്ട് പറഞ്ഞു, അല്ലയോ അമ്മേ, എനിക്ക് വേഗം യാത്രാനുമതി തരൂ. ഇവിടെ സങ്കടം കൂടാതെ കഴിയൂ. സീത ഇങ്ങനെ അനുഗ്രഹിച്ചു, മകനെ, വഴി നീളെ നിരന്തരം നിനക്ക് മംഗളം ഭവിക്കട്ടെ. എന്റെ ഭർത്താവിനെ നീ വേഗം ഇവിടെ എത്തിക്കുക.
നീ സസുഖം ഈ ലോകത്തിൽ ചിരകാലം ജീവിക്കുക. നിനക്ക് മംഗളവും സ്ഥിരമായ ശക്തിയും ഉണ്ടാകട്ടെ. ഹനുമാൻ ലോകമാതാവായ സീതയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് പിൻവാങ്ങി. രാമായണ മാസം 21 ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.